ഹായ് നമസ്കാരം. എല്ലാവർക്കും പാഷൻ ഫ്രൂട്ട് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചെറുപഴവും തേങ്ങാപ്പാലും ഉപയോഗിച്ചിട്ട് നല്ലൊരു അടിപൊളി ഡ്രിങ്കാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പം നിങ്ങൾ ആരും ഇതൊന്ന് ട്രൈ ആക്കി നോക്കിയിട്ടില്ലെങ്കിൽ മറക്കാതെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പം നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയിട്ട് വന്നാലോ. അതിനായിട്ട് കുറച്ച് തേങ്ങ ഞാൻ ഇതുപോലെ ചിരകി എടുത്തിട്ടുണ്ട്. ഇത് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് അരച്ച് ഇതിൻ്റെ ഒന്നാം പാല് എടുക്കണം. അതിനുശേഷം കുറച്ച് പഴം ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിന് തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തെടുക്കാം. ഞാലിപ്പൂവനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് പൂവൻപഴമോ റോബസ്റ്റയോ അല്ലെങ്കിൽ ഏത്തപ്പഴമോ ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ട്രൈ ചെയ്യാനായിട്ട് ഉപയോഗിക്കാം കേട്ടോ. നല്ല അടിപൊളി റെസിപ്പിയാണ്. ആരും മിസ് ചെയ്യാതെ തന്നെ ഇതൊന്ന് ട്രൈ ആക്കി നോക്കണേ. ഞാൻ പഴമെല്ലാം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മുടെ വീട്ടിലുള്ള വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഞാൻ തയ്യാറാക്കി നോക്കുന്നത്. പഴമെല്ലാം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് എത്രമാത്രം മധുരം വേണോ അത്രയും പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനകത്തോട്ട് കുതിർത്ത് വെച്ചിരുന്ന കസ്കസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെയിറ്റൊക്കെ കുറയ്ക്കണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. കസ്കസ് കഴിക്കുന്നത് നമ്മുടെ ശരീരഭാരമൊക്കെ കുറയ്ക്കുന്നതിന് സഹായിക്കും. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരുന്ന തേങ്ങാപ്പാലുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പഞ്ചസാരയെല്ലാം ഇതിനകത്തോട്ട് നന്നായിട്ടൊന്ന് അലിഞ്ഞ് ചേരട്ടെ. അതുവരെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്കാണ്. അപ്പം നിങ്ങൾക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ രാത്രിയിൽ ഡിന്നറായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി റെസിപ്പിയാണ്. ഇതെല്ലാം ഒന്ന് നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതിനകത്തോട്ട് 1 ടേബിൾ സ്പൂൺ അളവിൽ തേനൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്തോളൂ, ഒരു പ്രശ്നവുമില്ല. തേൻ ചേർത്തില്ലെന്ന് വെച്ച് വിഷമിക്കൊന്നും വേണ്ട. ഇതിൻ്റെ ടേസ്റ്റിന് ഒട്ടും കുറവ് വരത്തില്ല കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ഇച്ചിരി തേൻ ഉണ്ടായിരുന്നതുകൊണ്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് ഫ്രിഡ്ജ് വെച്ച് തണുപ്പിച്ച് കഴിക്കുന്നെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ അല്ലാതെയും ഇത് സെർവ് ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. കണ്ടോ, നമ്മുടെ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പം ഈ ഡ്രിങ്ക് നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി റെസിപ്പി കേട്ടോ. അപ്പോൾ ഒരിക്കലും ഒന്ന് സ്കിപ്പ് ചെയ്യല്ലേ. താങ്ക്